നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ചില ദിവസങ്ങളിൽ നിങ്ങൾ അതീവ സന്തോഷത്തോടെ എഴുന്നേൽക്കുന്നു, വലിയ കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. പക്ഷെ ഒരാളുമായി സംസാരിച്ചു കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഒരാൾ നിങ്ങളുടെ വീട്ടിൽ വന്നു പോകുമ്പോൾ പെട്ടെന്ന് നിങ്ങളുടെ ആവേശം മുഴുവൻ ചോർന്നു പോകുന്നു. നിങ്ങളുടെ തലവേദന തുടങ്ങുന്നു, വല്ലാത്തൊരു തളർച്ച അനുഭവപ്പെടുന്നു. എന്തുകൊണ്ടാണിത് സംഭവിക്കുന്നത്? ആക്രമിക്കപ്പെട്ടിരിക്കുകയാണ്. ഒരു വാളോ തോക്കോ കൊണ്ടല്ല, മറിച്ച് നിങ്ങളുടെ ഊർജം കവർന്നെടുക്കുന്ന എനർജി വാമ്പയർസ് അഥവാ ഊർജ രാക്ഷസന്മാരാൽ. ആചാര്യ ചാണക്യൻ 2400 വർഷങ്ങൾക്ക് മുൻപ് നൽകിയ ഒരു താക്കീതുണ്ട്. ദൃഷ്ടിബോധം ന്യസേത്പാദം നോക്കി നടക്കുക. നിങ്ങൾ നിൽക്കുന്നത് വിഷപ്പാമ്പുകളുടെ ഇടയിലാണോ എന്ന് തിരിച്ചറിയുക. ഈ കുറച്ചു മിനിറ്റ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ശുദ്ധീകരണ സമയമായിരിക്കും. നിങ്ങൾ സ്നേഹിക്കുന്നവർ എന്ന് നിങ്ങൾ കരുതുന്ന പലരും നിങ്ങളുടെ വളർച്ചയെ തടയുന്ന നെഗറ്റീവ് ഊർജത്തിന്റെ കേന്ദ്രങ്ങളാണെന്ന് ഞാൻ ഇന്ന് തെളിയിച്ചു തരാം. നിങ്ങളുടെ ഭാഗ്യത്തെ തകർക്കുന്ന, നിങ്ങളുടെ വീട്ടിലെ ഐശ്വര്യം കെടുത്തിക്കളയുന്ന ആ വ്യക്തികൾ ആരാണെന്ന് തിരിച്ചറിയുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഒരു സ്ഫോടനം സംഭവിക്കും. അത് ദേഷ്യമല്ല, മറിച്ച് തിരിച്ചറിവിന്റെ ആവേശമാണ്. ഈ വീഡിയോ അവസാനിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ആരെയാണ് പടിയിറക്കേണ്ടതെന്ന് നിങ്ങൾ സ്വയം തീരുമാനിക്കും. നിങ്ങളൊരു പുതിയ മനുഷ്യനായി മാറും. ഈ വലിയ തിരിച്ചറിവിലേക്ക് നിങ്ങൾ ഒറ്റയ്ക്കല്ല നടക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തെ വിഷലിപ്തമായ മനുഷ്യരിൽ നിന്ന് സംരക്ഷിക്കാനും ചാണക്യന്റെ ഇത്തരം അതീവ രഹസ്യങ്ങൾ ഇനിയും മനസ്സിലാക്കാനും നമ്മുടെ ഈ ഒരു യോദ്ധാക്കളുടെ കൂട്ടായ്മയിൽ ഇപ്പോൾ തന്നെ അംഗമാവുക. താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി ആ ബെൽ ഐക്കൺ ഓൺ ചെയ്യുക. ഇത് വെറുമൊരു ചാനലല്ല, നിങ്ങളുടെ ജീവിതത്തെ സംരക്ഷിക്കാനുള്ള ഒരു കവചമാണ്. തയ്യാറാണെങ്കിൽ കമന്റ് ബോക്സിൽ ഐ എം പ്രൊട്ടക്റ്റഡ് എന്ന് ഉറക്കെ ടൈപ്പ് ചെയ്യുക. നമുക്ക് തുടങ്ങാം ആ മുഖംമൂടികൾ അഴിച്ചുമാറ്റാൻ. ഓരോ മനുഷ്യനും ചുറ്റും കാണാൻ കഴിയാത്ത ഒരു ഊർജ വലയമുണ്ട്. ഇതിനെയാണ് ആധുനിക ശാസ്ത്രം ഔര എന്ന് വിളിക്കുന്നത്. എന്നാൽ 2400 വർഷങ്ങൾക്ക് മുൻപ് ചാണക്യൻ ഇതിനെ പ്രഭാവം എന്ന് വിളിച്ചു. ചാണക്യൻ പറയുന്നു, സംഗാത് സഞ്ചായരേ കാമഹ, അതായത് നിങ്ങൾ ആരുമായി സമ്പർക്കം പുലർത്തുന്നുവോ അവരുടെ ഊർജം നിങ്ങളിലേക്ക് പടരും. ഒരു പനിയുള്ള വ്യക്തിയുടെ അടുത്ത് നിന്നാൽ നിങ്ങൾക്ക് പനി വരാൻ സാധ്യതയുള്ളതുപോലെ നെഗറ്റീവ് ചിന്തകളുള്ള ഒരാളുടെ അടുത്തിരുന്നാൽ അവരുടെ കറുത്ത ഓറ നിങ്ങളുടെ പോസിറ്റീവ് എനർജിയെ വിഴുങ്ങും. ചാണക്യനീതി പ്രകാരം ചില വ്യക്തികൾക്ക് അവരുടെ സാന്നിധ്യം കൊണ്ട് മാത്രം ഒരു സദസ്സിനെ മുഴുവൻ തളർത്താൻ കഴിയും. ഇത് വെറും തോന്നലല്ല, നിങ്ങളുടെ ഊർജം മറ്റൊരു ശരീരത്തിലേക്ക് ഒഴുകുന്ന എനർജി ട്രാൻസ്ഫർ പ്രതിഭാസമാണ്. ആ വ്യക്തിയുടെ ഉള്ളിലെ അസൂയയും ദേഷ്യവും ഒരു തരം തരംഗങ്ങളായി വന്ന് നിങ്ങളുടെ സമാധാനത്തെ തകർക്കുന്നു. കോൾ ടു ആക്ഷൻ 1. നിങ്ങളുടെ പോസിറ്റീവ് ഓറയെ സംരക്ഷിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ കമന്റ് ബോക്സിൽ മൈ എനർജി ഈസ് മൈൻ എന്ന് ടൈപ്പ് ചെയ്യുക. ഈ പ്രതിജ്ഞ നിങ്ങളുടെ ഊർജത്തിന് ഒരു കവചമായി മാറട്ടെ. ലക്ഷണങ്ങൾ തിരിച്ചറിയാം. ഇനി ഞാൻ പറയാൻ പോകുന്ന ലക്ഷണങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്നുണ്ടോ എന്ന് ഒന്ന് പരിശോധിച്ചു നോക്കൂ. ഒരു പ്രത്യേക വ്യക്തിയുമായി സംസാരിച്ചു കഴിയുമ്പോൾ, അല്ലെങ്കിൽ അവർ നിങ്ങളുടെ മുറിയിൽ വന്നു പോകുമ്പോൾ താഴെ പറയുന്നവ അനുഭവപ്പെടാറുണ്ടോ? അകാരണമായ ക്ഷീണം. അല്പം മുൻപ് വരെ വളരെ ആക്റ്റീവായിരുന്ന നിങ്ങൾക്ക് പെട്ടെന്ന് ഉറക്കം വരികയോ തളർച്ച തോന്നുകയോ ചെയ്യുന്നു. കഠിനമായ തലവേദന, തലയുടെ പുറകിൽ ഒരു ഭാരം കയറ്റിവെച്ചതുപോലെ, അല്ലെങ്കിൽ കണ്ണിനു ചുറ്റും വേദന അനുഭവപ്പെടുക. ദേഷ്യവും അസ്വസ്ഥതയും. നിങ്ങളെ സ്നേഹിക്കുന്നവരോട് പോലും അകാരണമായി ദേഷ്യം തോന്നുക. ആത്മവിശ്വാസം ചോരുക. എനിക്കിതൊന്നും ചെയ്യാൻ കഴിയില്ലേ എന്നൊരു തോന്നൽ പെട്ടെന്ന് കടന്നു വരിക. ചാണക്യൻ ഇവരെ ഊർജകള്ളന്മാർ എന്നാണ് വിളിക്കുന്നത്. അവരുടെ ഉള്ളിലെ ശൂന്യത നികത്താൻ അവർ നിങ്ങളുടെ പോസിറ്റീവ് എനർജി വലിച്ചെടുക്കുകയാണ്. ഇതിനെയാണ് നമ്മൾ എനർജി വാമ്പിറിസം എന്ന് വിളിക്കുന്നത്. നിങ്ങളുടെ ശരീരത്തിന് ഈ നെഗറ്റീവ് വൈബ്രേഷനുകളെ താങ്ങാൻ കഴിയില്ല. അതുകൊണ്ടാണ് ശരീരം തലവേദനയിലൂടെയും ക്ഷീണത്തിലൂടെയും നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നത്. നിങ്ങളുടെ ഉപബോധ മനസ്സ് നിങ്ങളോട് പറയുന്നു, ഈ വ്യക്തിയിൽ നിന്ന് ദൂരേക്ക് മാറുക. ചാണക്യൻ പറയുന്നു, പരോക്ഷെ കാര്യഹന്താരം പ്രത്യക്ഷെ പ്രിയവാദിനം, നേരിട്ട് കാണുമ്പോൾ തേൻ പോലെ സംസാരിക്കുകയും എന്നാൽ പിന്നിൽ നിന്ന് നിങ്ങളുടെ കാര്യങ്ങൾ നശിപ്പിക്കുകയും ചെയ്യുന്നവർ. ഏറ്റവും ദയനീയമായ സത്യം എന്തെന്നാൽ ഇത്തരം നെഗറ്റീവ് ഊർജത്തിന്റെ കേന്ദ്രങ്ങൾ പലപ്പോഴും നിങ്ങളുടെ കുടുംബത്തിലോ സുഹൃത് വലയത്തിലോ ഉള്ളവരാകാം. അവരെ തിരിച്ചറിയാൻ ചാണക്യൻ നൽകുന്ന 3 വിദ്യകൾ ഇതാ. 1. നിഗൂഢമായ പരിഹാസം. നിങ്ങൾ ഒരു സന്തോഷ വാർത്ത പറയുമ്പോൾ അവർ നിങ്ങളെ അഭിനന്ദിക്കും, പക്ഷേ അതിനോടൊപ്പം ഒരു ചെറിയ വിഷം കലർത്തും. കൊള്ളാം, വലിയ നേട്ടമാണ്, പക്ഷേ ഇത് എത്ര കാലം നിൽക്കുമോ ആവോ, അല്ലെങ്കിൽ നിനക്ക് ഭാഗ്യമുണ്ടായിരുന്നു, കഴിവുണ്ടായിട്ടല്ല. ഈ ചെറിയ വാക്കുകൾ നിങ്ങളുടെ ആത്മവിശ്വാസത്തിൽ തുള വീഴ്ത്തും. ഇത് സ്നേഹമല്ല, നിങ്ങളുടെ ഊർജത്തെ നശിപ്പിക്കാനുള്ള തന്ത്രമാണ്. 2. ഇരയാകൽ നാടകം. ചില ബന്ധുക്കളോ സുഹൃത്തുക്കളോ എപ്പോഴും അവരുടെ സങ്കടങ്ങൾ മാത്രം നിങ്ങളോട് പറയും. നിങ്ങൾ സന്തോഷമായിരിക്കുമ്പോൾ അവർ അവരുടെ പഴയ കഷ്ടപ്പാടുകൾ കുത്തിപ്പൊക്കി നിങ്ങളുടെ സന്തോഷത്തെ ഇല്ലാതാക്കും. നിങ്ങളെ ഒരു ഡസ്റ്റ്ബിൻ പോലെയാണ് അവർ ഉപയോഗിക്കുന്നത്. അവരുടെ നെഗറ്റീവ് ചിന്തകൾ മുഴുവൻ നിങ്ങളിലേക്ക് തട്ടിയിട്ട് അവർ ഭാരം കുറഞ്ഞു പോകും, നിങ്ങൾ തളർന്നു വീഴും. 3. നിങ്ങളുടെ പരാജയത്തിലെ അദൃശ്യ സന്തോഷം. നിങ്ങൾക്കൊരു തിരിച്ചടി ഉണ്ടാകുമ്പോൾ അവർ ആശ്വസിപ്പിക്കാൻ ഓടി വരും. പക്ഷേ ശ്രദ്ധിച്ചു നോക്കിയാൽ അവരുടെ കണ്ണുകളിൽ ഒരു തിളക്കം കാണാം. ഞാൻ അന്നേ പറഞ്ഞതല്ലേ എന്ന വാചകം അവർ ആവർത്തിക്കും. നിങ്ങളുടെ വീഴ്ചയിലാണ് അവർക്ക് ഏറ്റവും കൂടുതൽ ഊർജം ലഭിക്കുന്നത്. സുഹൃത്തുക്കളെ, ഈ മുഖംമൂടികൾ തിരിച്ചറിയാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ? നിങ്ങളുടെ ചുറ്റുമുള്ള അദൃശ്യ ശത്രുക്കളെ തിരിച്ചറിയാൻ നിങ്ങൾ തയ്യാറാണോ?
എങ്കിൽ കമന്റ് ബോക്സിൽ ഐ സീ ദ ട്രൂത്ത് എന്ന് ടൈപ്പ് ചെയ്യുക. സത്യം നിങ്ങളെ സ്വതന്ത്രനാക്കട്ടെ. ഇത്തരക്കാരെ എങ്ങനെ നേരിടണം? ചാണക്യൻ പറയുന്നു, എല്ലാവരോടും യുദ്ധം ചെയ്യേണ്ടതില്ല. മൗനമാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ആയുധം. നിങ്ങളുടെ പ്ലാനുകൾ അവരോട് പറയാതിരിക്കുക. അവർക്ക് നിങ്ങളുടെ ഊർജം നൽകുന്നത് നിർത്തുക. നിങ്ങൾ വിജയിക്കുമ്പോൾ അവർ താനേ അകന്നുപോകും. കാരണം നെഗറ്റിവിറ്റിക്ക് പോസിറ്റിവിറ്റിയുടെ തിളക്കം താങ്ങാൻ കഴിയില്ല. നിങ്ങളുടെ കുടുംബത്തിലാണെങ്കിലും സുഹൃത്തുക്കളിലാണെങ്കിലും സ്നേഹം നൽകുക. പക്ഷേ നിങ്ങളുടെ ഊർജം മോഷ്ടിക്കാൻ ആരെയും അനുവദിക്കരുത്. നിങ്ങളുടെ മനസ്സ് ഒരു കോട്ടയായിരിക്കണം. ആരാണ് നിങ്ങളുടെ യഥാർത്ഥ ശത്രുവെന്ന് തിരിച്ചറിയാൻ നിങ്ങൾക്കൊരു ലബോറട്ടറിയുടെയും ആവശ്യമില്ല. ചാണക്യൻ തന്റെ ഗൂഢതന്ത്രങ്ങളിൽ ഇതിനായി ലളിതമായ ഒരു പരീക്ഷണം വിവരിക്കുന്നുണ്ട്. ഇതിനെ നമുക്ക് ദ 3 സെക്കൻഡ് റിവീൽ എന്ന് വിളിക്കാം. നിങ്ങൾ അടുത്ത തവണ നിങ്ങളുടെ ജീവിതത്തിലെ ഒരു ചെറിയ വിജയം, അതൊരു പ്രൊമോഷൻ ആകാം, ഒരു പുതിയ വീട് വാങ്ങുന്നതാകാം, അല്ലെങ്കിൽ വളരെ സന്തോഷം നൽകുന്ന ഒരു ചെറിയ കാര്യമാകാം, ആ വ്യക്തിയോട് പങ്കുവെക്കുക. ആ വാർത്ത കേട്ട ഉടനെ അവരുടെ ആദ്യത്തെ 3 സെക്കൻഡിലെ പ്രതികരണം മാത്രം ശ്രദ്ധിക്കുക. ആദ്യത്തെ സെക്കൻഡ്, അവരുടെ കണ്ണുകളിലേക്ക് നോക്കുക. വാർത്ത കേട്ട ഉടനെ ആ കണ്ണുകളിൽ ഒരു നിമിഷത്തേക്കെങ്കിലും ഒരു ഇരുൾ പടരുന്നുണ്ടോ, ഒരു പിടച്ചിലുണ്ടാകുന്നുണ്ടോ? രണ്ടാമത്തെ സെക്കൻഡ്, അവരുടെ പുഞ്ചിരി ശ്രദ്ധിക്കുക. അത് കണ്ണുകളിലേക്ക് എത്തുന്നുണ്ടോ, അതോ കേവലം ചുണ്ടുകളിൽ മാത്രം ഒതുങ്ങുന്ന കൃത്രിമമായ ഒന്നാണോ? ചാണക്യൻ ഇതിനെ വിഷം പുരട്ടിയ പാൽ എന്ന് വിളിച്ചു. മൂന്നാമത്തെ സെക്കൻഡ്, അവർ ചോദിക്കുന്ന ചോദ്യം ശ്രദ്ധിക്കുക. അഭിനന്ദിക്കുന്നതിന് പകരം അതിന് നിനക്ക് എത്ര ചിലവായി, ഇതൊക്കെ എത്ര കാലം നിൽക്കും എന്നിങ്ങനെ നിങ്ങളുടെ സന്തോഷത്തിന്റെ മൂല്യം കുറയ്ക്കുന്ന എന്തെങ്കിലും അവർ ചോദിക്കുന്നുണ്ടോ? ഈ 3 സെക്കൻഡുകൾക്കുള്ളിൽ അവരുടെ ഉപബോധ മനസ്സ് സത്യം വെളിപ്പെടുത്തും. അതിനുശേഷം അവർ എത്ര വലിയ അഭിനന്ദനങ്ങൾ ചൊരിഞ്ഞാലും ആ ആദ്യത്തെ 3 സെക്കൻഡിൽ കണ്ടതാണ് അവരുടെ യഥാർത്ഥ മുഖം. ചാണക്യൻ പറയുന്നു, മുഖം പ്രസന്നം, ഹൃദയം സവിഷം. മുഖത്ത് പ്രസന്നതയും ഹൃദയത്തിൽ വിഷവുമുള്ള ഇത്തരം വ്യക്തികളെ തിരിച്ചറിയുക എന്നതാണ് നിങ്ങളുടെ വിജയത്തിന്റെ ആദ്യ ചുവടുവെപ്പ്. സുഹൃത്തുക്കളെ, നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരാളെ നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? എങ്കിൽ ഈ അറിവ് മറ്റുള്ളവരിലേക്കും എത്തിക്കുക. കമന്റ് ബോക്സിൽ ഐ am aware എന്ന് ടൈപ്പ് ചെയ്യുക. നിങ്ങളുടെ കണ്ണുകൾ തുറക്കപ്പെട്ടിരിക്കുന്നു. ചാണക്യൻ പറയുന്നു, ആത്മാജയ പരമം ജയ. സ്വന്തം മനസ്സിനെ ജയിച്ചവന് ലോകത്തൊരു ശത്രുവിനെയും ഭയപ്പെടേണ്ടതില്ല. നെഗറ്റീവ് വ്യക്തികളെ ശാരീരികമായി അകറ്റി നിർത്താൻ പറ്റിയില്ലെങ്കിലും മാനസികമായി അവർക്ക് നിങ്ങളെ സ്പർശിക്കാൻ കഴിയാത്ത വിധം ഒരു കവചം തീർക്കാൻ ഇതാ ഒരു ലളിതമായ വിദ്യ. ദൃശ്യവൽക്കരണ വിദ്യ, ദ ബബിൾ ടെക്നിക്. നിശബ്ദമായിരിക്കുക. ഒരു നിമിഷം കണ്ണുകൾ അടച്ച് ദീർഘമായി ശ്വാസമെടുക്കുക. പ്രകാശഗോളം സങ്കല്പിക്കുക. നിങ്ങളുടെ തലയ്ക്ക് മുകളിൽ നിന്ന് ഒരു സ്വർണ്ണ പ്രകാശം വന്ന് നിങ്ങളുടെ ശരീരത്തിന് ചുറ്റും 3 അടി ദൂരത്തിൽ ഒരു സുതാര്യമായ ഗോളം തീർക്കുന്നതായി സങ്കല്പിക്കുക. കൽപ്പന നൽകുക. നിങ്ങളുടെ മനസ്സിനോട് പറയുക, ഈ ഗോളത്തിനുള്ളിലേക്ക് സ്നേഹവും പോസിറ്റിവിറ്റിയും മാത്രമേ കടക്കൂ. നെഗറ്റീവ് വ്യക്തികളുടെ വാക്കുകളോ ചിന്തകളോ ഇതിൽ തട്ടി പുറത്തു തന്നെ നിൽക്കും. അടുത്ത തവണ ഒരു നെഗറ്റീവ് വ്യക്തി നിങ്ങളോട് സംസാരിക്കുമ്പോൾ ആ വ്യക്തിക്കും നിങ്ങൾക്കുമിടയിൽ ഈ അദൃശ്യമായ മതിലുണ്ടെന്ന് ഉറച്ചു വിശ്വസിക്കുക. അവർ എന്ത് മോശം പറഞ്ഞാലും അത് ആ മതിലിൽ തട്ടിത്തെറിച്ചു പോകുന്നു എന്ന് സങ്കല്പിക്കുക. ഇത് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിന് നൽകുന്ന ഒരു ശക്തമായ കമാൻഡാണ്. ചാണക്യന്റെ തന്ത്രം ലളിതമാണ്. ശത്രുവിനെ തടയാൻ കഴിഞ്ഞില്ലെങ്കിൽ ശത്രുവിന്റെ ആയുധം ഏൽക്കാത്ത വിധം നിങ്ങളെ തന്നെ ഒരു കോട്ടയാക്കി മാറ്റുക. പ്രിയ സുഹൃത്തുക്കളെ, നമ്മൾ ഈ യാത്രയുടെ അവസാന നിമിഷങ്ങളിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ കഴിഞ്ഞ കുറച്ച് മിനിറ്റ് നിങ്ങൾ വെറുതെ ഒരു വീഡിയോ കാണുകയായിരുന്നില്ല, മറിച്ച് നിങ്ങളുടെ ജീവിതത്തെയും നിങ്ങളുടെ ഊർജത്തെയും സംരക്ഷിക്കാനുള്ള ഒരു വലിയ പാഠം പഠിക്കുകയായിരുന്നു. ഓർക്കുക, നിങ്ങളുടെ ചുറ്റുമുള്ള എല്ലാവരും നിങ്ങളുടെ വളർച്ച ആഗ്രഹിക്കുന്നവരല്ല. ചാണക്യൻ പറഞ്ഞതുപോലെ ശത്രുവിനേക്കാൾ അപകടകാരിയാണ് മിത്രമായി അഭിനയിക്കുന്ന നെഗറ്റീവ് വ്യക്തികൾ. ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത ആ 3 സെക്കൻഡ് ടെസ്റ്റും മാനസിക കവചവും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം കൊണ്ടുവരും എന്നെനിക്ക് ഉറപ്പുണ്ട്. നിങ്ങളുടെ മനസ്സിന്റെ സമാധാനമാണ് നിങ്ങളുടെ ഏറ്റവും വലിയ സമ്പത്ത്. അത് മോഷ്ടിക്കാൻ ആരെയും അനുവദിക്കരുത്. ഈ വീഡിയോ നിങ്ങളുടെ കണ്ണുകൾ തുറപ്പിച്ചു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാണക്യ കുടുംബത്തിൽ അംഗമാകാൻ ഇനിയും വൈകരുത്. ഇതുപോലുള്ള അതീവ രഹസ്യമായ അറിവുകൾ നിങ്ങളിലേക്ക് എപ്പോഴും എത്തിക്കൊണ്ടിരിക്കാൻ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഇപ്പോൾ തന്നെ അമർത്തുക. ആ ബെല്ലൈക്കൺ ഓൺ ചെയ്യാൻ മറക്കരുത്. എങ്കിൽ മാത്രമേ നമ്മുടെ അടുത്ത വീഡിയോകൾ നിങ്ങൾക്ക് കൃത്യസമയത്ത് ലഭിക്കൂ. ഈ അറിവ് നിങ്ങളെ സഹായിച്ചതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയും സഹായിക്കട്ടെ. അതിനാൽ ഈ വീഡിയോ അവർക്കും ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഒരു ഷെയർ ചിലപ്പോൾ ഒരാളുടെ ജീവിതത്തിലെ വലിയൊരു ടോക്സിക് റിലേഷൻഷിപ്പിന് അന്ത്യം കുറിക്കാൻ സഹായിച്ചേക്കാം. അടുത്ത വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് നെഗറ്റീവ് ഊർജ്ജമുള്ളവർ നിങ്ങളുടെ വീട്ടിൽ വന്നു പോയാൽ ഉടൻ ചെയ്യേണ്ട ഒരു രഹസ്യകർമ്മം എന്താണെന്നാണ്. നിങ്ങളുടെ വീടിനെ ഒരു പോസിറ്റീവ് കോട്ടയാക്കാൻ അത് നിങ്ങളെ സഹായിക്കും. അതുവരെ നിങ്ങളുടെ ഊർജം കാത്തു സൂക്ഷിക്കുക. കരുത്തരായിരിക്കുക. നന്ദി, നമസ്കാരം.